അസ്സലാമു അലൈക്കും. സാബീത്താന്റെ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബീത്ത. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബീത്താക്കും സുഖം തന്നെ. ഇന്ന് സാബീത്ത ഞങ്ങളുടെ അടുത്ത് വന്നത് ആങ്ങളമാറെ കാര്യം പറയാനാണ്. ഏതാങ്ങളമാറ്, എങ്ങനത്തെ ആങ്ങളമാറെന്നൊക്കെ നിങ്ങള് വരൂ മക്കളെ. ആങ്ങളമാറ് എന്ന് പറഞ്ഞാൽ ഒരു പെങ്ങന്മാർക്ക് ഒരു സുരക്ഷിതയാണ്. പിന്നെ അല്ലാണ്ട് കല്യാണം എല്ലാം കഴിച്ച പെങ്ങന്മാർക്ക് വീടെടുത്ത് കൊടുക്കലോ അവർക്ക് മാസാന്ത ചെലവിന് കൊടുക്കലോ ഒന്നുമല്ല ആങ്ങളാറ കടമ. അതൊരു സുരക്ഷിതാണ്. ഒരു വിഷമഘട്ടത്തിൽ സഹായിക്കുക, അല്ല ഒരു വിഷമഘട്ടത്തിൽ കൂടെ നിൽക്കുക. അല്ലെ നാട്ടുകാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പ്രതികരിച്ചു കൊണ്ട് ആങ്ങളാറ് വരുക, നമ്മുടെ കൂടെ നിൽക്കുക. അതിനെല്ലാമാണ് ആങ്ങളാറ് ഒരു പെങ്ങന്മാർക്ക് സുരക്ഷിതം. അപ്പൊ അങ്ങനെ ഒരു സുരക്ഷിതമായൊരു ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. ഒക്കെ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ വാ കേട്ടാ. ഇതാ ആങ്ങളമാരെ കൈകളിൽ ഏൽപ്പിച്ച സംഗതി നിങ്ങൾ കേൾക്കണേ, ഒന്ന് നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കണേ. എത്ര കണ്ടാലും മതി വരാത്ത ഒരു കാഴ്ച കാണിക്കാം. ഈ കുഞ്ഞിന്റെ അമ്മ ആയിട്ടുള്ള ആതിര പ്രകാശാണ് ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും വീഡിയോ വൈറലാണ് കേട്ടോ. ആ അനിയത്തി കുഞ്ഞ് ആ ചേട്ടന്റെ കൈകളിൽ സുഖമായിട്ട് ആ ചേട്ടനെ നോക്കി അങ്ങനെ അടങ്ങി കിടക്കുകയാണ്. അപ്പോഴാണ് അമ്മ വന്നെടുക്കുന്നത്. പിന്നീട് ഉണ്ടായ കുഴിലൊന്നും കാണുന്നില്ല. അപ്പൊ തന്നെ കുഞ്ഞിനെ പഴയതുപോലെ തന്നെ ചേട്ടന്റെ കയ്യിൽ തന്നെ കൊടുത്തു. പക്ഷെ ചേട്ടന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ ആ കരച്ചിലും നിന്നു. എത്ര ഉണ്ടായിരുന്നു ഇല്ലേ? ഈ വീഡിയോ എത്ര കണ്ടാലും മതി വരൂല. സത്യമാണ്, സ്നേഹമാണ്. ഇങ്ങനെ ആങ്ങളെയും പെങ്ങളും ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിച്ച് ഒരേ പായിൽ കിടന്നുറങ്ങി ഒരേ അമ്മയുടെ മടിത്തട്ടിൽ വളർന്നു വന്ന് അല്ലേ, ഇങ്ങനെ ഉള്ളതാണ് ആങ്ങളമാർ. ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് എന്താ പറയണ്ടേ നിങ്ങളോട്, എനിക്ക് വാക്കുകൾ വരുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞാൽ അത് പല യൂട്യൂബാറും കുത്തിരിക്കുന്നുണ്ട്. അതിനെ വളച്ചൊടിച്ച് യൂട്യൂബിൽ ഇട്ടിട്ട് അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി. അല്ലാണ്ട് അവരെ കുടുംബത്തിലെ കാര്യം വന്ന് പറയുന്നില്ല, മറ്റുള്ളവരെ സത്യങ്ങളും പറയുന്നില്ല. വളച്ചൊടിച്ച് നുണ വിളിച്ച് പറയുന്ന ഒരുപാട് യൂട്യൂബറുണ്ട്, നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല. അതുകൊണ്ട് കുഞ്ഞുമക്കളെ, ആങ്ങളെയും പെങ്ങളും ഇങ്ങനെ തന്നെയാണ്. ഒന്നായി കളിച്ച് അടികൂടി വളർന്ന് സ്നേഹിച്ച് ചെറിയ സമയത്ത് എൻ്റെ മക്കൾ പോലും എൻ്റെ ഇളയ മോന ഏതെങ്കിലും ചെറിയ കുട്ടി അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ മൂത്ത മോൻ പോയിട്ട് ഞാൻ പോലും അറിയാണ്ട് ആ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയത് വരെയുണ്ട്. നിങ്ങൾ എങ്ങോട്ട് വന്നു, നിങ്ങളെ മോൻ എൻ്റെ അനിയൻ അടിച്ചെന്നും പറഞ്ഞിട്ട് ഉണ്ടാക്കിയ കാലഘട്ടം വരെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഏട്ടനും അനിയനുമായിട്ടുള്ള ബന്ധങ്ങൾ, ആങ്ങളെയും പെങ്ങളായിട്ടുള്ള ബന്ധങ്ങൾ. എൻ്റെ മോള് എൻ്റെ കുടുംബത്തിൽ പോയി ഒന്ന് പാർത്താൽ, ചെറിയ 6 7 വയസ്സുള്ള സമയത്ത് എൻ്റെ കുടുംബത്തിൽ ഒന്ന് പോയി പാർത്താല് അന്ന് എൻ്റെ മോൻ ഊണുമില്ല ഉറക്കുമില്ല. ഉമ്മ അവളെ ഇങ്ങ് വരുത്തണം, അവളില്ലാണ്ട് ആകുന്നില്ല, കളിക്കാനും അടികൂടാനും. അങ്ങനെ അവര് ഒരേ രക്തം, ഒരേ വസ്ത്രം, ഒരേ ഭക്ഷണം എന്ന് പറഞ്ഞതുപോലെ അത്രയും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും അവളില്ലാണ്ട് കഴിയൂല എന്ന് വളർന്ന് ജീവിച്ച കാലഘട്ടമാണ് നമ്മളത്. അപ്പൊ ആങ്ങളെയും പെങ്ങളായിട്ടുള്ള സമ്പർക്കങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. അങ്ങനത്തെ ആങ്ങളാറ് പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ആൾക്കാർ എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട്, അബീത്ത നിങ്ങൾ പറയണേ ആങ്ങളാറ് ഒരുപാട് ആങ്ങളാറുണ്ട് പെങ്ങന്മാരെ കൊള്ള ചെല്ലുന്നത്. എപ്പം പെണ്ണ് കെട്ടുന്നത് വരെ പെങ്ങന്മാരോട് തേനും പാലുവാ. പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പെങ്ങന്മാരെ കണ്ടൂടാ. അത് പെങ്ങന്മാരുടെ അടുത്ത് ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോൾ അടിക്കാനും കുത്താനും ചവിട്ടാനും പായ. അല്ലേ, ഇങ്ങനത്തെ കാലഘട്ടമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആങ്ങൾക്ക് പെങ്ങന്മാർക്ക് എന്തിനാ ആങ്ങളോട് എന്തിനാ അങ്ങനെ പറഞ്ഞ്, ആങ്ങണ്ടോക്ക് എന്തിനാ മെസ്സേജ് അയച്ച്, ആങ്ങണ്ടോക്ക് എന്തിനാ ഇങ്ങനെ ചെയ്ത എന്നും പറഞ്ഞ് പെങ്ങന്മാരെ അടിക്കാനും തല്ലാനും പോകുന്ന പല വീടുകളും ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ബാക്കി പയ്യെ നിങ്ങൾക്ക് അങ്ങ് തരാം. പക്ഷേ ആങ്ങളാറ് സത്യം പുറം ലോകം പറയാതെ നൊണ മാത്രം വിളിച്ചു പറഞ്ഞ് അവരെ ജയ്മക്ക് വേണ്ടി സ്വയം ജയ്മക്ക് വേണ്ടി അവർ പലതും പറഞ്ഞ് നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും ഈ ലോകം മുഴുവനും അറിഞ്ഞതാണ്. എല്ലാവർക്കും അറിയാം. പെങ്ങന്മാരെ കുറ്റവും കുറവും പറയും. പെങ്ങന്മാർ അങ്ങനെ ആയതുകൊണ്ടാ, പെങ്ങന്മാർ ഇങ്ങനെ ആയതുകൊണ്ടാ എന്നുള്ള കുറ്റവും കുറവും പറഞ്ഞ് നടക്കുന്ന
ആങ്ങളാറുണ്ട്. പക്ഷെ സത്യാവസ്ഥ അല്ലാഹുത്താല എന്തെങ്കിലും അത് പുറത്തു വരുമെന്നും പുറത്ത് വരിയിപ്പിക്കുമെന്നും കാലം തെളിയിക്കുമെന്നും യാതൊരു സംശയവുമില്ല. ഈ ആങ്ങള കൊച്ചു വാവേന ആകണ്ട കയ്യിൽ വെച്ചു കൊടുത്ത് കയ്യിൽ നിന്ന് എടുത്തപ്പം കരഞ്ഞ് ആ മല പിടിക്കുന്ന പ്രായത്തിൽ ആ കൊച്ചു പ്രായത്തിലും ആങ്ങളുണ്ട്, ആങ്ങളുടെ കൈകളിൽ സുരക്ഷിതമാണെന്ന് കരുതി അല്ലേ ഞങ്ങളും അങ്ങനെ വിചാരിച്ച് ആങ്ങളമാരുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമെന്ന്. പക്ഷേ പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ എല്ലാ ആങ്ങളമാറും കണക്ക് കഴിഞ്ഞ പൊന്നു മക്കളെ. ഭൂരിപക്ഷം ആളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, സമീത നിങ്ങളൊരു വീഡിയോ ചെയ്യണേ, ഞങ്ങൾ ആങ്ങളാർ ഇങ്ങനെയാണ്, ഞങ്ങൾ ആങ്ങളാർ അങ്ങനെയാണ്. പലരും പല പൊൻകോളും വന്നിട്ടുണ്ട്, സബീത്ത ഇന്നത് പറയണം, അമ്മമാർ ഇങ്ങനെ പറയുന്നു, മരുമക്കളോട് ഇങ്ങനെ ചെയ്യുന്നു, നിങ്ങൾ വീഡിയോ ചെയ്യണേ വീഡിയോ ചെയ്യണേ. ഒരുപാട് ആൾക്കാർ പലതും വിളിച്ച് പറയുന്നുണ്ട് എന്നോട്. അക്കൂട്ടത്തിലാണ് ഈ ആങ്ങളമാരുടെ കാര്യവും. പക്ഷേ പച്ച നുണ അവരെ സംരക്ഷണത്തിന് വേണ്ടി അവർക്ക് ജനങ്ങളെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി അവര് പച്ച നുണ പ്രചരിപ്പിച്ച് അവരെ വിജയം കണ്ടെത്തുന്ന ആങ്ങളമാരുണ്ട് മക്കളെ, ആങ്ങളമാരുണ്ട്. മനസ്സിലാക്കുക നിങ്ങൾ. മനസ്സിലായെന്നവർക്ക് മനസ്സിലാവും, മനസ്സിലാവാത്തവർക്ക് മനസ്സിലാവൂല. മനസ്സിലായില്ല? നമ്മൾ ആങ്ങളാറേ അവർക്ക് വലിക്കും നമുക്ക് തലവേദനയാവും. അങ്ങനത്തെ ആങ്ങളമാറും പെണ്ണ് കെട്ടിക്കഴിഞ്ഞാ പിന്നെ നമ്മളെ അടുത്ത് ഒരു നൂലിന്റെ മുകളില് ഒരു കുത്ത് വീണാ മതി, പിന്നെ ഞങ്ങളെ കൊള്ളപ്പായും. ആ ഓളന്മാർ പലതും പറഞ്ഞു കൊടുത്ത് എന്നാ പിന്നെ ഈ ആങ്ങളമാർ മനസ്സിലാക്കണ്ടേ? ഇതെല്ലാ ആങ്ങളാർക്കുണ്ടെന്ന് ഞാൻ പറയുന്നേ. പെങ്ങന്മാരെ നോക്കാത്തതും പെങ്ങന്മാരെ മർദ്ദിക്കുകയും പെങ്ങന്മാരെ അങ്ങനെ ചെയ്യുകയും ചെയ്യുന്ന ആങ്ങളമാരെ കൊണ്ടെന്ന് ഞാൻ പറയുന്നേ. എല്ലാ ആങ്ങളമാരല്ല, സ്നേഹപൂർവ്വം ഞമ്മക്ക് വരെ കാണാൻ കണ്ണും മുന്നിൽ കണ്ടതുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ ആങ്ങളാർ ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല, അവരടുത്തുണ്ടെങ്കിലേ ചെയ്യുള്ളൂ. പക്ഷേ സ്നേഹത്തിലൊരു വാക്ക് പറഞ്ഞൂടെ? ഓളന്മാരെ വാർത്ത ഓക്കെന്തിനാ മെസ്സേജ് അയച്ചേ, ഓളോടെന്തിനാ അങ്ങനെ പറഞ്ഞേ, ഓളെന്തിനാ ഇങ്ങനെ പറഞ്ഞേ, ഇതൊക്കെ പറഞ്ഞിട്ട് തല്ലാൻ വരുന്ന ആങ്ങളമാരുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങളെ മുന്നിൽ പച്ച നുണ പറഞ്ഞ് വിജയിക്കാൻ വേണ്ടി പച്ച നുണ പറഞ്ഞ് പരത്തുന്ന ആങ്ങളമാരും ഉണ്ട്. അതെല്ലാം കാലം ഒരു നാൾ തെളിയിക്കും. സാബീത്ത നിങ്ങൾ പറയണേ ഒന്ന്, നിങ്ങൾ ഇതൊന്ന് പറയണേ ഒന്ന്, നിങ്ങളൊരു വീഡിയോസ് ചെയ്യണേ സാബീത്ത എന്ന് പലരും എന്നോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആങ്ങളാറെ നിങ്ങളെ ഭാര്യമാര് ഒരു ഡിവോഴ്സിന്റെ ഒരു ബന്ധേ ഉള്ളൂ. അത് ഞാനായാലും നിങ്ങളായാലും ഭാര്യമാരായാലും. പെങ്ങന്മാരില്ലേ വെറുതെ നിങ്ങൾ പെങ്ങന്മാരെ വന്ന് പറയുമ്പോൾ പെങ്ങന്മാർക്ക് നിങ്ങൾ കൊടുക്കാണ്ട് നിൽക്കുമ്പോ, നമ്മളെ ഏതോ ഒരു ചാനൽ ഉണ്ടല്ലോ അങ്ങനെ പെങ്ങന്മാർ ആങ്ങളായിട്ടുള്ള അഭിനയിക്കുന്നേ കേട്ടോ. പെങ്ങളെ കുട്ടി ആ വീട്ടിൽ വന്ന് പെങ്ങളെ കുട്ടീനെയും കൂട്ടിയിട്ട് ആകളുടെ ആടാ വന്നിട്ട് പിന്നെ ഒന്നും കൊടുക്കുന്നില്ല, സ്വത്ത് കൊടുക്കുന്നില്ല, ഒന്നും കൊടുക്കുന്നില്ല, അങ്ങനെയല്ല അഭിനയം നമ്മൾ കണ്ടിനല്ലോ. അപ്പൊ മക്കളെ, നിങ്ങൾ കേൾക്കുന്നൊന്നും കേട്ടതല്ല, നിങ്ങൾ അറിഞ്ഞതൊന്നും അറിഞ്ഞതല്ല, വെറും പച്ച നുണ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ചില ആങ്ങളാറ് കേട്ടോ. സത്യം ഒരു നാൾ തെളിയിക്കും പറഞ്ഞാൽ തെളിയിക്കും. പെങ്ങന്മാരെ അടിച്ചങ്ങ് അടുപ്പിലാക്കി അല്ലെങ്കിൽ പെങ്ങന്മാരെ കുത്തിച്ചീച്ചി നിങ്ങളെ ഭാര്യന്റെ കൂടെ നിൽക്കുമ്പോൾ നാളെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അള്ളാഹു കാലം തെളിയിക്കും, നിങ്ങളെ തെളിയിക്കും. സബീത്ത ഞങ്ങളെ വിഷമങ്ങളാണ് നിങ്ങൾ അറിയിക്കുന്നത്, സബീത്ത നിങ്ങൾ വീഡിയോയിൽ കൂടി പറയണേ എന്നവര് കൂടി എന്നോട് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇന്ന് പറയലും. പിന്നെ ഈ വീഡിയോസ് കണ്ടത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാനുള്ള കാരണം വന്നതും കേട്ടോ. അതുകൊണ്ട് ആങ്ങളാറെ ഇല്ലാത്ത നുണ വിളിച്ചു പറഞ്ഞ് ഇനി നിങ്ങളാരും വിജയം കണ്ടെത്തണ്ട. അള്ളാഹുവിന്റെ മുന്നിലും മറ്റെവിടെയാണ് വിജയം എന്ന് ബാക്കി പിന്നാലെ ജനങ്ങളങ്ങ് കണ്ടോളൂ കണ്ടോളൂല. അതുകൊണ്ട് പൊന്നാ മക്കൾ, ആങ്ങളാറ കൈയിന്റെ അടിയിൽ കണ്ടില്ല, ആങ്ങളാറ കൈയിന്റെ അടിയിൽ സുരക്ഷിതാന്ന് നമ്മൾ വിചാരിക്കും. കണ്ടില്ല. കണ്ടാലും മതി വരാത്ത ഒരു കാഴ്ച കാണിക്കാം. ഈ കുഞ്ഞിന്റെ അമ്മ ആയിട്ടുള്ള ആതിര പ്രകാശാണ് ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും വീഡിയോ വൈറലാണ് കേട്ടോ. ആ അനിയത്തി കുഞ്ഞ് ആ ചേട്ടന്റെ കൈകളിൽ സുഖമായിട്ട് ആ ചേട്ടനെ നോക്കി അങ്ങനെ അടങ്ങി കിടക്കുകയാണ്. അപ്പോഴാണ് അമ്മ വന്നെടുക്കുന്നത്. പിന്നീട് ഉണ്ടായ പൂവിലൊന്നും കാണണ്ടേ. അമ്മ അപ്പൊ തന്നെ കുഞ്ഞിനെ പഴയതുപോലെ തന്നെ ചേട്ടന്റെ കയ്യിലോട്ട് തന്നെ കൊടുത്തു. പക്ഷെ ചേട്ടന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ ആ കരച്ചിലും നിന്നു. എത്ര കണ്ടാലും മതിയല്ലേ.
യൂട്യൂബ് ചെയ്യുന്നോലെ, യൂട്യൂബ് ചാനലുള്ള പച്ച നുണ വിളിച്ച് പറയുന്നോലെ, എന്തെങ്കിലും ഏതെങ്കിലും കേട്ട് നുണ വിളിച്ച് നിങ്ങൾ പറയരുത് കേട്ടാ. ആ പൈസയാണ് ഹറാമ് ഹറാം എന്ന് പറയുന്നത്. നിങ്ങളെ വിഷമങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് തീരൂല, സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് തീരൂല. ഇല്ലാത്ത നുണ വിളിച്ച് പറഞ്ഞ് വീഡിയോസ് ചെയ്യാൻ പാടില്ല, പാടില്ല കേട്ടോ, പാടില്ല. ഓക്കെ മക്കളെ, ബൈ.